ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 4 ലാസ്റ്റ് ചാപ്റ്ററാണ്. ദ ഗീവിങ് ട്രീ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതൊരു പിക്ചർ സ്റ്റോറിയാണ്. ഹിയർ ഈസ് എ പിക്ചർ സ്റ്റോറി അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബോയ് ആൻഡ് എ ട്രീ. റീഡ് ആൻഡ് അപ്രിഷ്യേറ്റ് ദ സ്റ്റോറി. അപ്പോൾ എന്താണ്, നമ്മൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു പിക്ചർ സ്റ്റോറിയാണ്. എന്തിനെക്കുറിച്ചാണ്? ഒരു ബോയും ഒരു ട്രീയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വൺസ് ദർ വാസ് എ ട്രീ, ദർ വാസ് എ ലിറ്റിൽ ബോയ് ടു. എവറി ഡേ ദ ബോയ് വുഡ് കം ടു ദ ട്രീ. ദ ട്രീ വാസ് ഹിസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. എന്താണ്, ഒരിക്കൽ ഒരു ട്രീ ഉണ്ടായിരുന്നു. ട്രീയും മാത്രമല്ല, എന്താണ്, ദർ വാസ് എ ലിറ്റിൽ ബോയ്. അവിടെ എന്താണ്, ഒരു കുഞ്ഞി ബോയും കൂടി ഉണ്ടായിരുന്നു. എവറി ഡേ ദ ബോയ് വുഡ് കം ടു ദി ട്രീ. എല്ലാ ദിവസവും എന്താണ്, മരത്തിൻ്റെ അടുത്തേക്ക് ഈ ലിറ്റിൽ ബോയ് വരുമായിരുന്നു. ദ ട്രീ വാസ് ഹിസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ആ മരം എന്താണ്, ആ ബോയിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ഹീ വുഡ് ഗാദർ ഹെർ ലീവ്സ് ആൻഡ് മേക്ക് ദെം ഇൻ ടു ക്രൗൺസ് ആൻഡ് പ്ലേ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. അപ്പോൾ സെക്കൻഡ് പിക്ചറിൽ കാണിച്ചേക്കണുണ്ട്, അവൻ തലയിൽ ക്രൗൺ വെച്ചേക്കണം. അവൻ അതേപോലെ ആ മരത്തിൻ്റെ ഇലകളൊക്കെ കൂട്ടിച്ചേർത്ത് അതൊരു കിരീടമാക്കിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു, അവൻ കളിക്കുമായിരുന്നു. ഞാൻ എന്താണ്, കാട്ടിലെ രാജാവാണ് എന്ന് പറഞ്ഞ് കളിക്കുമായിരുന്നു. ഹീ വുഡ് ക്ലൈംബ് അപ്പ് ഹെർ ട്രങ്ക്, സ്വിങ് ഫ്രം ഹെർ ബ്രാഞ്ചസ്, പ്ലക്ക് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് ഈറ്റ് ദം. അവൻ എന്ത് ചെയ്യുമായിരുന്നു, ആ ട്രങ്കിലൊക്കെ, ട്രങ്ക് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്, തുമ്പിക്കൈ എന്നാണ് അല്ലേ. പക്ഷെ ഇവിടെ മരത്തിൻ്റെ തുമ്പിക്കൈ എന്ന് ഉദ്ദേശിക്കില്ലല്ലോ, മരത്തിൻ്റെ ചില്ലകളില്ലേ, അതാണ്. അവിടെ കയറിയൊക്കെ എന്താണ്, അവൻ തൂങ്ങി കിടക്കുമായിരുന്നു. അതേപോലെ എന്താണ്, ചാടുമായിരുന്നു. ആ ട്രങ്കിൽ നിന്ന് അവൻ ചാടുമായിരുന്നു. പിന്നെ സ്വിങ് ഫ്രം ഹെർ ബ്രാഞ്ചസ്, അതിൻ്റെ ശിഖരങ്ങളിൽ, അതിൻ്റെ കൊമ്പുകളിൽ കൂടി അവൻ എന്തായിരുന്നു, ആടി കളിക്കുമായിരുന്നു. തേർഡ് പിക്ചറിൽ കാണില്ലേ അവൻ ആടുന്നത്. They would play hide and seek. When he was tired, he would sleep in her shade. എന്താണ്, they would play hide and seek. അവരെന്താണ്, ഒളിച്ചും പാത്തും കളിക്കുക. അവർ മീൻസ് എന്താണ്, ഇവിടെ മരവും ആ കുഞ്ഞു ബോയിനെയാണ് പറയണത്. they would play hide and seek. അവരെന്ത് ചെയ്യുമായിരുന്നു, ഒളിച്ചു കളിക്കുമായിരുന്നു. when he was tired, അങ്ങനെ അവൻ കളിച്ച് ക്ഷീണിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും, he would sleep in her shade. അവളുടെ ആ മരത്തിൻ്റെ തണലിൽ അവൻ എന്താണ്, ഉറങ്ങുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാവുന്നത്, ആ ട്രീയും ബോയും തമ്മിലുള്ള ഒരു നല്ല എന്താണ് ഫ്രണ്ട്ഷിപ്പ്, ഒരു നല്ല റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് അല്ലേ. അവർ തമ്മിൽ അത്രയും നല്ല ബോണ്ടിങ് ഉണ്ടെന്നാണ് ഇതിൽ പറയണം. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് പിക്ചർ നോക്കാം നമുക്ക്. ദ ബോയ് ലവ്ഡ് ദ ട്രീ വെരി മച്ച്. ദ ട്രീ വാസ് വെരി ഹാപ്പി. ദ ബോയ് ലവ്ഡ് ദ ട്രീ വെരി മച്ച്. എന്താണ്, ആ ട്രീനെ അവൻ നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട്. ദ ട്രീ വാസ് വെരി ഹാപ്പി. അതുകൊണ്ട് തന്നെ എന്താണ്, അവൻ കളിക്കാനും അവരോട് ആ മരത്തുമ്മക്കിരി ചാടിക്കളിച്ച് ഊഞ്ഞാലാടിയൊക്കെ കളിക്കുമ്പോൾ എന്താണ്, ആ മരത്തിനും അവനോട് നല്ല ഇഷ്ടം തോന്നി. ടൈം വെൻ ബൈ. ദ ബോയ് ഗ്രൂ അപ്പ്. ദ ട്രീ വാസ് ഓഫൺ എലോൺ. എന്താണ്, സമയം അങ്ങനെ നാളുകൾ കടന്നുപോയി. ദ ബോയ് ഗ്രൂ അപ്പ്. അവൻ വളർന്നു. ഇത്ര നാളും എന്താണ്, ഒരു ചെറിയ കുട്ടി ആയിരുന്നല്ലോ അവൻ. ഇപ്പോൾ അവൻ വലുതായി. ദ ട്രീ വാസ് ഓഫൺ എലോൺ. ഇപ്പോൾ മരം അവൻ വലുതായപ്പോൾ എന്താണ്, ഇതേപോലെ കളിക്കാനൊന്നും വരാതെയായി. ട്രീ ഒറ്റക്കായി. ആ പിക്ചറിൽ നമുക്ക് കാണാം അല്ലേ, ബോയ് ഇത്ര നാളെന്ന്. ആ പിക്ചറിൽ എന്താണ്, ഒരു കുഞ്ഞി ബോയിനെ, ഒരു ചെറിയ കുട്ടീനെ ഇരുന്ന് കാണിച്ചിരുന്നു. ഇപ്പോൾ ഒരു ബോയ് പാൻസും ഷർട്ടൊക്കെ ഇട്ട ഒരു കുറച്ചും കൂടി വലിയ ബോയിനെയാണ് കാണിക്കുന്നത്. വൺ ഡേ ഹീ കെയിം ബാക്ക് ടു ദി ട്രീ. കം ഡിയർ, ക്ലൈംബ് അപ്പ് മൈ ട്രങ്ക് ആൻഡ് സ്വിങ് ഫ്രം മൈ ബ്രാഞ്ചസ്, ഈറ്റ് മൈ ഫ്രൂട്ട്സ് ആൻഡ് പ്ലേ ഇൻ മൈ ഷെയ്ഡ്, ദ ട്രീ ടോൾഡ് ഹിം. ഒരു ദിവസം എന്താണ്, അവൻ തിരിച്ചു വന്നു. അപ്പം മരം പറയണേണ്, കം ഡിയർ, വരൂ, എന്താണ്, ഇതിൽ ചാടിക്കളിക്കൂ, ട്രങ്കിലൊക്കെ കളിക്കൂ, മരത്തിൽ തൂങ്ങിയാടൂ എന്നൊക്കെ പറയണേണ്. എൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിക്കൂ എന്ന് പറയണേണ്. ആൻഡ് എൻ്റെ തണലത്ത് കളിക്കാൻ പറയണേണ്. അപ്പോൾ അവൻ എന്ത് പറയും, ഐ ആം ടു ബിഗ് ടു ക്ലൈംബ് ആൻഡ് പ്ലേ. ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ. കൻ യു ഗീവ് മീ സം മണി, ദ ബോയ് ആസ്ക്ഡ്. അപ്പം ബോയ് എന്ത് പറയും, ഞാനിപ്പോൾ വലുതായി, നന്നായിട്ട് വലുതായി, ചാടാനും കളിക്കാനും ഒന്നും ഇല്ല. ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ. എനിക്കെന്താണ്, സാധനങ്ങൾ വാങ്ങി ജസ്റ്റ് ഒന്ന് എന്താണ്, കുറച്ചുകൂടി വലുതായപ്പോൾ അവൻ ഫ്രണ്ട്സായിട്ട് ഫൺ ചെയ്യാൻ അല്ലെങ്കിൽ പുറത്ത് പോയി ഔട്ടിങ്ങൊക്കെ നടക്കാനായിരിക്കുമല്ലോ ബോയ്സിന് ഇഷ്ടം.
ക്യാൻ യു ഗിവ് മീ സം മണി ദ ബോയ് ആസ്ക്ഡ്. എനിക്ക് കുറച്ച് പൈസ തരുമോ നീ? മരത്തിനോട് ആ ബോയ് ചോദിക്കുകയാണ്. ഐ ആം സോറി, ഐ ഹാവ് നോ മണി. ഐ ഹാവ് ഓൺലി ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ടേക്ക് മൈ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ദെം ഇൻ ദ സിറ്റി, said the tree. He climbed up, gathered her fruits and carried them away. The tree was happy. എന്താണ് അപ്പം മരം പറയും, അവൻ പൈസ ചോദിച്ചപ്പോൾ എന്താണ് മരം പറയണത്? അയ്യോ സോറി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ എന്താണ് എൻ്റെ ഇലകളും പഴങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നീ കൊണ്ടുപോയി, ആ ഫ്രൂട്ട്സൊക്കെ നീ കൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പൈസ കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്ത് ചാടി മരത്തിൻ്റെ മുകളിൽ കയറി, എന്നിട്ട് ആ ഫ്രൂട്ട്സൊക്കെ പറിച്ചെടുത്ത് അതും കൊണ്ടുപോയി. അപ്പോഴും എന്താണ് ട്രീ നല്ല ഹാപ്പിയായി, കാരണം അവന് ഉപകാരപ്പെട്ടല്ലോ, അവൻ എൻ്റെ അടുത്ത് വന്നല്ലോ എന്നുള്ള ചിന്തയിൽ ട്രീ വെരി ഹാപ്പിയായി. One day the boy who had now become a man returned and the tree shook her leaves with joy. Come and play with me, cried the tree. എന്താണ് വൺ ഡേ, ഒരു ദിവസം ഇതൊക്കെ കഴിഞ്ഞ് അവൻ അവിടെ വന്ന് നേരത്തെ ഒരു ലിറ്റിൽ ബോയ് ആയിരുന്നു, ആ ലിറ്റിൽ ബോയ് മാറിപ്പോൾ ഒരു വലിയ കുട്ടിയായി. ആ കുട്ടി വന്ന് മണി ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? എൻ്റെ കയ്യിലില്ല, ഫ്രൂട്ട്സ് കൊണ്ടുപോയി വിറ്റ് നീ പൈസ എടുത്തോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് അവൻ വന്നത്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ അവൻ എന്തായിരുന്നു? who had now become a man returned and the tree shook her leaves with joy. ഇപ്പോൾ അവൻ എന്തായി? ഒരു മാനായി. മാൻ മീൻസ് എന്താണ്? ഒരു വലിയ ആളായി അല്ലേ? അപ്പോൾ അവൻ വന്നപ്പോൾ തന്നെ എന്തായി? ആ മരം ഇലകൾ പൊഴിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷവതിയായി. എന്നിട്ട് പറയണേ, വാ വന്ന് എൻ്റെ അടുത്ത് വന്ന് കളിക്കുമെന്നും പറഞ്ഞ് ആ മരം കരയണേനു. അപ്പോൾ ആ മാൻ എന്ത് പറഞ്ഞു? ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്ലേ, ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി. വി നീഡ് എ ഹൗസ് ഫോർ ഷെൽട്ടർ, ക്യാൻ യു ഹെൽപ്പ് മീ? അപ്പോൾ ആ മാൻ എന്താ പറഞ്ഞത്? എനിക്ക് കളിക്കാനൊന്നും സമയമില്ല, എനിക്ക് ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്ത് അവർക്ക് വേണ്ടി പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പം എന്താണ്? ആ ലിറ്റിൽ ബോയ് മാറി ഒരു മാനായി. അപ്പോൾ ആ മാൻ എന്താണ്? കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ആ മാൻ പറഞ്ഞത്? എനിക്കിപ്പോൾ കളിക്കാനൊന്നും സമയമില്ല, എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടി പണിയെടുക്കണമെന്ന് പറഞ്ഞു. വി നീഡ് എ ഹൗസ് ഫോർ ഷെൽട്ടർ, ഞങ്ങൾക്ക് എന്താണ്? ഒരു ഹൗസ് വേണം. ക്യാൻ യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. ഐ ഹാവ് നോ ഹൗസ് ടു ഗീവ് യു, ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ്. എനിക്കെന്താണ് നിനക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ വീടൊന്നുമില്ല. ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ്, എൻ്റെ വീട് എന്താണ്? മരത്തിൻ്റെ വീട് ഏതാണ്? ഫോറസ്റ്റ് ആണല്ലേ. യു മേ കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽഡ് എ ഹൗസ്, സെഡ് ദ ട്രീ. അപ്പോൾ മരം വീണ്ടും എന്ത് പറയണതാണ് അവനെ സഹായിക്കാൻ വേണ്ടി? നീ എൻ്റെ ശിഖരങ്ങളൊക്കെ ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് അതും കൊണ്ട് വീടുണ്ടാക്കിക്കോ എന്ന് പറയണതാണ്. ഹീ കട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് ക്യാരിഡ് ദെം എവേ. ദ ട്രീ വാസ് ഹാപ്പി ടു ഹെൽപ്പ് ഹിം. എന്താണ്? അപ്പോൾ അവൻ അത് കേട്ടപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്ത്? ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് അതും കൊണ്ടുപോയി. അപ്പോഴും എന്താണ്? ട്രീ ഭയങ്കര ഹാപ്പിയാണ്. എന്താണ്? അവനെ സഹായിച്ചല്ലോ, അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ, അവനെ സഹായിച്ചതിൽ ട്രീ നന്നായി സന്തോഷിച്ചു. എഗെയിൻ ഹീ സ്റ്റേഡ് എവേ ഫോർ എ ലോങ് ടൈം. വീണ്ടും എന്ത് ചെയ്ത്? ആദ്യം കുറേ നാൾ മാറി നിന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു ബോയ് ആയി കഴിഞ്ഞിട്ടാണ് അവൻ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ അതേ കുറേ വർഷങ്ങൾക്ക് ശേഷം അവനൊരു മാനായി കുടുംബം നോക്കുന്ന സമയമായപ്പോഴാണ് വീണ്ടും വന്നത്. ഇപ്പം എന്താണ്? കുറേ നാൾ അവൻ ആ മരത്തിൻ്റെ അടുത്ത് നിന്ന് മാറിയിരുന്നു. വെൻ ഹീ കെയിം ബാക്ക് ദ ട്രീ വാസ് സോ ഹാപ്പി. അവൻ പിന്നെയും തിരിച്ചു വന്നപ്പോൾ എന്താണ്? ആ മരം നന്നായിട്ട് സന്തോഷിച്ചു. ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്. എന്താണ്? അവൾക്ക് എന്താണ്? നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എന്താണ്? ആ വയസ്സായി. കം ആൻഡ് പ്ലേ വിത്ത് മീ, ദ ട്രീ വിസ്പേർഡ്. എന്താണ്? മന്ത്രിക്കണ ഇങ്ങനെ പയ്യെ പറഞ്ഞു, വരൂ കുട്ടി എൻ്റെ കൂടെ കളിക്കൂന്ന് ഇങ്ങനെ പയ്യെ പറഞ്ഞു. കാരണം എന്താണ്? മരവും ഇവൻ വയസ്സാവണനുസരിച്ച് മരവും വയസ്സായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഐ ആം ടു ഓൾഡ് ടു പ്ലേ, ഐ വാണ്ട് എ ബോട്ട് ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ അവേ ഫ്രം ഹിയർ, ക്യാൻ യു ഗിവ് മീ എ ബോട്ട്? അപ്പോൾ എന്ത് ചെയ്ത്? ആ ഓൾഡ് മാൻ എന്ത് ചോദിച്ചു? ഞാൻ നന്നായിട്ട് വയസ്സായി, എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കാൻ പറ്റൂല. ഐ വാണ്ട് എ ബോട്ട് ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ എവേ ഫ്രം ഹിയർ, എനിക്കൊരു
ബോട്ട് വേണം, ഇവിടെ നിന്ന് ദൂരേക്ക് പോകാനായിട്ട് ഒരു ബോട്ട് വേണം. ക്യാൻ യു ഗിവ് മീ എ ബോട്ട്? നീ എനിക്കൊരു ബോട്ട് തരുമെന്ന് മാൻ മരത്തിനോട് ചോദിച്ചു. യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് എ ബോട്ട്. യു ക്യാൻ സെയിൽ ഫാർ അവേ ആൻഡ് ബി ഹാപ്പി സെഡ് ദ ട്രീ. അപ്പോൾ മരം വീണ്ടും എന്ത് പറഞ്ഞു? നീ എൻ്റെ ട്രങ്ക് എടുത്തോളൂ, അതുകൊണ്ട് നിനക്ക് ബോട്ട് ഉണ്ടാക്കിയാൽ നിനക്ക് ഇവിടെ നിന്ന് സുഖമായിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു. So the man cut down the trunk of the tree to make a boat for him. He went sailing and never showed up for a long time. എന്താണ് ആ മാൻ എന്ത് ചെയ്ത് മരത്തിൻ്റെ ട്രങ്ക് കട്ട് ചെയ്തു, എന്നിട്ട് ബോട്ടുണ്ടാക്കി അവൻ ഇവിടെ നിന്ന് പോയി. കുറേ നാൾ എന്ത് ചെയ്ത് അവനെ വീണ്ടും കണ്ടില്ല. ആഫ്റ്റർ എ ലോങ് ടൈം ഹീ കെയിം ബാക്ക് അഗൈൻ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം അവൻ വീണ്ടും തിരിച്ചു വന്നു. ഐ ആം സോറി, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു ഗീവ് യു. അപ്പം മരം എന്ത് പറഞ്ഞു? എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിനക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മൈ ഫ്രൂട്ട്സ് ആർ ഗോൺ. എൻ്റെ പഴങ്ങളൊക്കെ പോയി. ദ ട്രീ സെഡ് സാഡ്ലി. അവൻ സങ്കടത്തോടെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, മൈ ടീത്ത് ആർ ഓൾസോ വെരി വീക്ക് സെഡ് ദ മാൻ. അപ്പോൾ എന്താണ് മാൻ പറഞ്ഞ്? അത് സാരമില്ല, എൻ്റെ പല്ലും വളരെ വീക്കാണ്. എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹവും വളരെ വീക്കായി തുടങ്ങി, അദ്ദേഹവും ഓൾഡായില്ലേ. ഇപ്പോൾ രണ്ടുപേരും എന്താണ് നന്നായിട്ട് വയസ്സായി കൊണ്ടിരിക്കുകയാണ്. ദർ ഈസ് നോ മോർ ട്രങ്ക് ഫോർ യു ടു ക്ലൈംബ് ഓൺ ദ ട്രീ സെഡ്. അപ്പോൾ ട്രീ എന്ത് പറഞ്ഞ്? നിനക്ക് ചാടിക്കളിക്കാനായിട്ട് എൻ്റെ കയ്യിൽ എൻ്റെ ട്രങ്കും ഇല്ല. ഐ ആം ടു ഓൾഡ് ടു ക്ലൈംബ് ദ മാൻ റിപ്ലൈഡ്. അപ്പം മാൻ എന്ത് പറഞ്ഞു? എനിക്ക് ചാടാനും കഴിയില്ല, ഞാൻ നന്നായി വയസ്സായി അല്ലേ. ഐ ആം സോറി, ഐ വിഷ് ഐ കുഡ് ഗീവ് യു സംതിങ് ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. ഐ ആം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റംപ്. ദ ട്രീ വാസ് വെരി സാഡ്. അപ്പോൾ മാൻ വന്ന എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിരിക്കുമല്ലോ എപ്പോഴും ഇവൻ കുറേ നാൾക്ക് ശേഷം വരണത്. അപ്പോൾ പറയണേ, എനിക്ക് നിനക്ക് എന്തെങ്കിലുമൊക്കെ തരണമെന്നുണ്ട്, പക്ഷേ എനിക്ക് തരാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. ഐ ആം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റംപ്. ഞാൻ ഓൾഡ് സ്റ്റമ്പാണ്, വയസ്സായ ഒരു കോലാണ്. ദ ട്രീ വാസ് വെരി സാഡ്. ട്രീ ഭയങ്കര സങ്കടത്തിലാണ്. ഐ ഓൺലി നീഡ് എ ക്വയറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ടേക്ക് സം റെസ്റ്റ്. ഐ ആം വെരി ടയേർഡ് സെഡ് ദ മാൻ. അപ്പോൾ മാൻ എന്ത് പറഞ്ഞു? എനിക്ക് ഒന്ന് മര്യാദക്ക് സ്വസ്ഥതയോടെ കൂടി ഇരിക്കാനായിട്ട്, കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനായിട്ട് എനിക്കൊരു സ്ഥലമാണ് വേണ്ടതെന്ന് മാൻ പറഞ്ഞു. കാരണം അദ്ദേഹം വയസ്സായി ഭയങ്കര ടയേർഡുമായിട്ട് ഇരിക്കുകയാണ്. പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. ദ മാൻ സാറ്റ് ഡൗൺ. ദ ട്രീ വാസ് ഹാപ്പി ആൻഡ് സ്മൈൽഡ് എഗെയിൻ. എന്താണ്? അപ്പം മരം എന്ത് പറഞ്ഞു? വരൂ, ഇരിക്കൂ ഇവിടെ, എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കൂ. ദ മാൻ സാറ്റ് ഡൗൺ. മാൻ അതും ഇരുന്നു. ദ ട്രീ വാസ് ഹാപ്പി ആൻഡ് സ്മൈൽഡ് എഗെയിൻ. എന്താണ്? അപ്പോൾ ഇപ്പോഴും എന്താണ്? ട്രീ ഭയങ്കര ഹാപ്പിയായി അദ്ദേഹം വന്നതുകൊണ്ട് വീണ്ടും ചിരിച്ചു. നെവർ ഫോർഗെറ്റ് ദോസ് ഹൂ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടസ്. എന്താണ്? ഒരിക്കലും മറക്കരുത്. ആരെ മറക്കരുത്? നിങ്ങളെ സപ്പോർട്ട് ചെയ്ത, നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെന്താണ് ഒരിക്കലും മറക്കരുതെന്നൊരു കോട്ട് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അല്ലേ. ആദ്യമൊക്കെ ആ ചെറിയ ലിറ്റിൽ ബോയ് ആയിരുന്നപ്പോൾ എന്താണ് എപ്പോഴും ആ മരത്തിൻ്റെ അടുത്ത് വരെയും കളിക്കുകയും അവൻ്റെ ഷെയ്ഡിൽ ഉറങ്ങുകയൊക്കെ ചെയ്തിരുന്നതാണ്. കുറച്ചുകൂടി വലുതായപ്പോൾ എന്താണ് അവൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ആ ട്രീനെ അവൻ കണ്ടു അല്ലേ. അവന് മണി വേണമായിരുന്നു, അതിന് വേണ്ടി ഫ്രൂട്ട്സ് വിറ്റ്. അത് കഴിഞ്ഞ് എന്തെന്നായിരുന്നു മാനായപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ബ്രാഞ്ചസ് കൊണ്ട് വീടുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് എന്താണ് ഓൾഡ് മാനായപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ബോട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ട്രങ്ക് വരെ കട്ട് ചെയ്തോളാം മരം പറഞ്ഞു അല്ലേ. എന്നിട്ട് അവനെ സഹായിക്കുകയാണ് മരം ചെയ്തത്. എന്നിട്ട് എന്താണ് ഈ മാൻ എന്ത് ചെയ്ത് ഓർത്തില്ല. ലാസ്റ്റ് ഓൾഡ് മാൻ ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലം കൊടുത്തത് ആരാണ്? മരമാണ് അല്ലേ. അപ്പോൾ എന്താണ് ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളെ മറക്കരുതെന്ന കോട്ടോടുകൂടിയാണ് ഈ പിക്ചർ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓതർ ആരാണെന്നും ആക്ടിവിറ്റീസിലോട്ടും പോവാം. ഷെൽഡൺ ആലൻ സിൽവർസ്റ്റീൻ 1930-1999 was an American writer, poet, cartoonist, singer, songwriter, musician and playwright. He wrote under the pen name Uncle Shelby.
എന്താണ് എബൌട്ട് ദി ഓതർ. ഇതിൻ്റെ ഓതർ ആരാണ്? ഷെൽഡൻ ആലൻ സിൽവർസ്റ്റീൻ. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്, പിന്നെ പോയറ്റാണ്, കാർട്ടൂണിസ്റ്റാണ്, പാട്ടുകാരനാണ്, പാട്ട് എഴുതുന്ന ആളാണ്, ഒരു മ്യൂസീഷ്യനാണ് ആൻഡ് പ്ലേ റൈറ്റ്. അദ്ദേഹം എന്ത് തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്? അങ്കിൾ ഷെൽബി എന്ന് പറഞ്ഞ നാമത്തിലാണ് അദ്ദേഹം എഴുതണത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 1. ഡിസ്ക്രൈബ് ഹൗ ദ ടൈറ്റിൽ ദ ഗീവിംഗ് ട്രീ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റോറി. ദ ഗീവിംഗ് ട്രീ എന്നുള്ള ടൈറ്റിൽ ഈ സ്റ്റോറിക്ക് എന്തോരം സ്യൂട്ടബിൾ ആവണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The title, The Giving Tree, is highly suitable for the story. Throughout the story, the tree gives and gives, sacrificing its own happiness. The tree always gives the man everything he needs without asking anything. ഇതെന്താണ്? ഈ ടൈറ്റിൽ എന്താണ്? ഈ സ്റ്റോറിക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആവുന്നുണ്ട് അല്ലേ? ത്രൂ ഔട്ട് ദ സ്റ്റോറി എന്താണ്? സ്റ്റോറിയിൽ കഥയിലുടനീളം എന്താണ്? ട്രീ ഓരോ ഒന്നും എന്താണ് ഈ ബോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഗീവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ മരത്തിൻ്റെ സ്വന്തം സന്തോഷം കളഞ്ഞുകൊണ്ടും ഈ ട്രീക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദ ട്രീ ആൾവേസ് ഗീവ്സ് ദ മാൻ എവരിത്തിങ് ഹീ നീഡ്സ് വിത്തൗട്ട് ആസ്കിങ് എനിത്തിങ്. ഇതാണ്, അവനൊന്നും ചോദിക്കാതെ തന്നെ ഓരോ കാര്യങ്ങളും ലാസ്റ്റ് വരെ ഇരിക്കാൻ എന്താണ് അവന് ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ആ മാന് സ്റ്റമ്പ് വരെ ലാസ്റ്റ് കൊടുത്ത് അല്ലേ ഇരിക്കാനായിട്ട്. അപ്പോൾ എന്താണ് ഈ സ്റ്റോറി ടൈറ്റിൽ വെരി സ്യൂട്ടബിളാണ്. ആക്ടിവിറ്റി 2. The tree invited the man to sit down and take rest on its stump. The man did so and started thinking about the tree. What would be his thoughts? എന്താണ്? ട്രീ മാനെ ലാസ്റ്റ് ഇൻവൈറ്റ് ചെയ്തല്ലേ ആ സ്റ്റമ്പും ഇരിക്കാനായിട്ട്. അപ്പം അവിടെ ഇരുന്ന് മാൻ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ട്രീനെ കുറിച്ച്? അദ്ദേഹത്തിൻ്റെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും? ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരിക്കും അല്ലേ അദ്ദേഹത്തിൻ്റെ തോട്ട്സ്. ഞാൻ ഈ ട്രീനോട് എന്തൊക്കെയാണ് ചെയ്തത് അല്ലേ? ഇപ്പം തണൽ പോലും എനിക്ക് കിട്ടണില്ല, ഞാൻ എന്തൊക്കെ അതിനെ ദ്രോഹിച്ചിട്ട് എന്താണ് അതിന് ലാസ്റ്റ് എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് അതിൻ്റെ സ്റ്റമ്പ് തന്നെ വേണ്ടി വന്നെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. നമുക്കൊന്ന് എഴുതി നോക്കാം. This tree has given me everything I ever needed. It provided shade, apples, branches to play on, and even its trunk to make boat. I am grateful for its self-love. I have taken so much from this tree, and what have I given back? I have hurt it, chopped its branches, and now it's just a stump. What have I done? I remember playing here as a child, climbing its branches and eating its apples. Life was simpler then. Where did time go? I have been so focused on my own desires. I never thought about the tree's needs. It's been sacrificing for me all along. I have lost something precious. The tree's gone and I will never experience its beauty again. This tree taught me the true meaning of unconditional love and giving. I will carry its lesson with me forever. എന്താണിപ്പോൾ അദ്ദേഹം ഓർക്കണത്? അദ്ദേഹം പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ട്രീ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എന്താണ് അതിന് തിരിച്ചു കൊടുത്തത് അല്ലേ? മരം വെട്ടിക്കളഞ്ഞ് ബോട്ട് ഉണ്ടാക്കാനായിട്ട് എൻ്റെ ട്രങ്ക് എടുത്ത്, ബ്രാഞ്ചസ് വീടുണ്ടാക്കാനെടുത്ത്, ആപ്പിൾസ് വിറ്റ് എല്ലാം ഇലയൊക്കെ എല്ലാം എടുത്ത് അതൊക്കെ വെട്ടിക്കളഞ്ഞല്ലേ. ഞാൻ എന്താണ് എന്നിട്ട് തിരിച്ച് ചെയ്തത്? ഞാൻ എന്താണ് ചെറുതായിരുന്നപ്പോൾ ഈ മരത്തിൻ്റെ കൂടെ ആയിരുന്നു കളിച്ചിരുന്നത്. എന്നിട്ടും എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അതെന്താണ് എനിക്ക് സാക്രിഫൈസ് ചെയ്ത് തന്നു. എന്താണ് എന്തോ പ്രഷ്യസ് ആയിട്ടുള്ള എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവന് പ്രഷ്യസ് ആയിട്ടുള്ളവന് എന്താണ് പണ്ട് മുതലുള്ള അവൻ്റെ ആ കൂട്ടുകാരന്, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അല്ലേ ട്രീ, അതിനവന് നഷ്ടമായി അല്ലേ. പിന്നെന്താണ് എനിക്കൊരിക്കലും അവൻ്റെ ബ്യൂട്ടി, ആ മരത്തിൻ്റെ സൗന്ദര്യം അവന് അനുഭവിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ എന്താണ് ട്രീ അവന് എന്താണ് പഠിപ്പിച്ചത്? അൺകണ്ടീഷണൽ ലവ് ആൻഡ് ഗീവിങ്. ഇങ്ങോട്ട് സ്നേഹം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കാതെ തന്നെ സ്നേഹിക്കണം. ഇത് അവൻ പഠിപ്പിച്ച് അത് എപ്പോഴും ഇവൻ ക്യാരി ചെയ്യുമെന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ഓർത്തിട്ടുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ തോട്ട്സ് എന്താണ്? ചിലപ്പോൾ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആവാം. അദ്ദേഹത്തിൻ്റെ റിഗ്രറ്റ്, പിന്നെ മരത്തിനോടുള്ള ലവ്, അതൊക്കെ ആവാം അല്ലേ.
ഇനി ആക്ടിവിറ്റി 3, ഹിയർ ആർ സം ഈവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ദ ഗിവിംഗ് ട്രീ. റീഅറേഞ്ച് ദ ജംബിൾഡ് സെൻറ്റൻസ് ഇൻ ടു ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ എന്താണ് ഇവിടെ സെൻറ്റൻസൊക്കെ ഗിവിംഗ് ട്രീയിൽ ഈവൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഓരോ ഇവൻറ്റ്സ് ഫസ്റ്റ് വന്നത് വെച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എന്ത് വരും? എ ബോയ് കംസ് ടു പ്ലേ വിത്ത് ദ ട്രീ എവരി ഡേ. എല്ലാ ദിവസവും ആ മരത്തിൻ്റെ കൂടെ കളിക്കാൻ ഒരു ബോയ് വരുമെന്ന്. സെക്കൻഡ് വൺ എന്തായിരിക്കും? ഹി എൻജോയ്സ് ദ ട്രീസ് കമ്പനി ആൻഡ് ലവ്സ് ടു ക്ലൈംബ് അപ്പ്. തേർഡ് വൺ, ആസ് ദ ബോയ് ഗ്രോസ് ഓൾഡർ ഹി വിസിറ്റ് ദ ട്രീ ലെസ് ഫ്രീക്വൻ്റ്ലി. എന്താണ് ഇടക്കിടക്കായി അവൻ വളർന്നപ്പോൾ ഇടക്കിടക്കായി അവൻ ട്രീനെ കാണാൻ വന്നത്. ഫോർത്ത് വൺ ഡേ ഹി കംസ് ആൻഡ് ആസ്ക് ദ ട്രീ ഫോർ മണി. ഒരു ദിവസം വന്നിട്ട് എന്താണ് മരത്തിനോട് പൈസ ചോദിച്ചു. അഞ്ചാമത്തെ ഏതായിരിക്കും? ദ ട്രീ ഗീവ്സ് ഹിം സം ഫ്രൂട്ട്സ് ടു സെൽ ഇൻ ദ സിറ്റി. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് തരാം, അത് നീ സിറ്റിയിൽ കൊണ്ട് വിറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടായല്ലേ. അപ്പോൾ അത് അഞ്ചാമത്തെ. സിക്സ്ത്, ഹീ നീഡ്സ് എ ഹൗസ് ടു ലീവ് ഇൻ. അപ്പോൾ വീട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏഴാമത്തെ എന്തായിരിക്കും? അവൻ എന്താണ് ബ്രാഞ്ചസ് കട്ട് ചെയ്തോളാൻ പറഞ്ഞു ട്രീ. ദ ട്രീ ആസ്ക് ഹിം ടു കട്ട് ഹെർ ബ്രാഞ്ചസ്. എയ്ത്ത് വൺ, ഇയേഴ്സ് ലേറ്റർ ദ മാൻ ഈസ് നീഡ് ഓഫ് ബോട്ട് ടു സെയിൽ എവേ. ബോട്ട് വേണമെന്ന് പറഞ്ഞല്ലേ. നയൻത്ത് വൺ, ദ ട്രീ ഓഫേഴ്സ് ഇറ്റ്സ് ട്രങ്ക് ടു മേക്ക് എ ബോട്ട്. ബോട്ട് ഉണ്ടാക്കാൻ എന്താണ് അതിൻ്റെ ട്രങ്ക് കൊടുത്തു. ആൻഡ് ടെൻത്ത് വൺ, ദ ഓൾഡ് മാൻ റിട്ടേൺസ് ടു ദ ട്രീ നൗ എ സ്റ്റാമ്പ്. ഓൾഡ് മാൻ തിരിച്ചു വന്നപ്പോൾ എന്താണ് ഒരു സ്റ്റമ്പായിട്ടുണ്ടായിരുന്നു. 11th വൺ എന്താണ്? ദ ട്രീ സെയ്സ് പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. വരൂ വന്നിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു ലാസ്റ്റ് അല്ലേ. ഇതാണ് ഇതിൻ്റെ ഓർഡർ. നമുക്ക് കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കിട്ടും. ദെൻ ദ ആക്ടിവിറ്റി 4, പെർഫോം എ പപ്പറ്റ് ഷോ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ ഗിവിംഗ് ട്രീ. ദ ഗിവിംഗ് ട്രീ ആ സ്റ്റോറി ഉപയോഗിച്ച് എന്താണ് ഒരു പപ്പറ്റ് ഷോ നടത്താണ്. അത് ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. പപ്പറ്റ് ഷോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പാവക്കൂത്ത് അല്ലേ. അപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ യൂണിറ്റ് 4 ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ. ഈ ചാപ്റ്ററോടുകൂടി നമ്മുടെ യൂണിറ്റ് 4 കംപ്ലീറ്റ് ആവുന്നതാണ്. നെക്സ്റ്റ് യൂണിറ്റ് 5 ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.